ഷാർജയിൽ വിഭജികയുടെയും കുഞ്ഞിന്റെയും ദുരൂഹമരണത്തിൽ കുണ്ടറ പോലീസ് ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ കേസെടുത്തു. വിഭജികയുടെ അമ്മ ശൈലജയുടെ പരാതിയിലാണ് കേസെടുത്തത്. വിഭജികയെ ശുചിമുറിയിൽ പൂട്ടിയിട്ടെന്നും തെളിവുണ്ടെന്നും ശൈലജ കൈരളി ന്യൂസിനോട് പറഞ്ഞു. എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ആജീവനാന്തകാലം. ഞാൻ കണ്ടു കൊതി തീരാത്ത കുഞ്ഞ പാവമായിരുന്നു. അറിയും നാട്ടുകാരോട് ചോദിച്ചു നോക്ക്, വേറും പാവമായിരുന്നു. എന്നിട്ട് ഇനി ഞാൻ ഇവനെ വെറുതെ വിട്ടുകൊടുക്കണോ? കൊടുക്കത്തില്ല. നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവനെ തക്കതായ ശിക്ഷ കൊടുക്കാൻ ഞാൻ അടങ്ങത്തില്ല സാറേ. ഈ അമ്മയുടെ വാക്കുകൾ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം കൂടിയാണ്. മകൾ വിഭജികയെ പൂട്ടിയിട്ട ദൃശ്യങ്ങളിൽ മുഖത്ത് പരിക്കേറ്റ പാടുകളുണ്ട്. നിതീഷിനും കുടുംബത്തിനും പരമാവധി ശിക്ഷ നൽകണം. നിതീഷിനെ സ്നേഹിച്ചത് മാത്രമാണ് തന്റെ മകൾ ചെയ്ത തെറ്റ്. തന്നെ കാണാൻ പോലും സമ്മതിച്ചില്ല. വിഭജിക കെഞ്ചി പറഞ്ഞിട്ടും നാട്ടിലേക്ക് വിടാൻ തയ്യാറായില്ല. എന്റെ മകളെയും കുഞ്ഞിനെയും എനിക്ക് തന്നെ കിട്ടണം. കഴിവിന്റെ പരമാവധി സ്ത്രീധനം നൽകി. വീണ്ടും പണം വേണമെന്നാവശ്യപ്പെട്ട് നിരന്തരം പീഡിപ്പിച്ചു. മകൾ പരമാവധി സഹിച്ചുവെന്നും അമ്മ ശൈലജ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഉപദ്രവം തന്നെ. അവന് 2 or 3 അഫെയറുണ്ട്. ഈ അഫെയർ ഏതോ ഒരു സമയത്ത് ഇവക്ക് എന്തോ സംശയങ്ങൾ തോന്നിയിട്ട് ഇവൻ ബോധമില്ലാതെ വന്ന് കിടന്ന ഫോൺ എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നത്. മോളുമായിട്ട് യാതൊരു ഫോൺ ഇതിൻ്റെ ഇല്ല. അങ്ങനെയാണ് ഒരു ദിവസം ബോധമറ്റ് വന്ന് അപ്പോൾ ഈ ഫോണിൻ്റെ ലോക്ക് അവനെ കൊണ്ട് തന്നെ അഴിപ്പിച്ചു. കുഞ്ഞിന് പൊടി മേടിക്കണം, നീ ഫോണിൻ്റെ ലോക്ക് അഴിയെന്ന് പറഞ്ഞ്. അവ അത്രയും ബോധം കെട്ട് കിടന്ന സമയമായിരുന്നു. അങ്ങനെ കുഞ്ഞതെല്ലാം മേടിച്ച് ഇവൻ ചാറ്റ് ചെയ്യുന്ന ഇത്രയും അവൾ പിടിച്ച് അവളെ ഓഫീസ് ലാപ്ടോപ്പിൽ കൊണ്ടുവന്ന് ശേഖരിച്ചിട്ടിരുന്നു. കുണ്ടറ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നിതീഷ് 1-ാം പ്രതിയാണ്. സഹോദരി നീതു 2-ാം പ്രതി, അച്ഛൻ 3-ാം പ്രതി. ആത്മഹത്യാ പ്രേരണ, സ്ത്രീധന പീഡനം കൂടി തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.